നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോസിറ്റീവോടെയാണ് മാർക്കറ്റ് തുടങ്ങുന്നതെങ്കിലും ഈവനിങ്ങോടെ, അതായത് മാർക്കറ്റ് എൻഡിങ്ങോടുകൂടെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എക്കാലത്തെയും ആയി 76,000 മേലെ പോയ സെൻസെക്സ് അവസാനം ക്ലോസ് ചെയ്ത് നെഗറ്റീവിലാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയും അങ്ങനെ തന്നെയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നതും ഫലം പുറത്തു വരാൻ ഇനി ഒരാഴ്ച പോലും ശേഷിക്കുന്നില്ല എന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു റേഞ്ച് ബോണ്ടിലാണ് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലെ സമ്മർദ്ദത്തിൻ്റെ അളവുകോലായ ഇന്ത്യ വിക്സ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 122% ഉയർന്നിരിക്കുന്നത്. നിലവിൽ ഇന്ത്യ വിക്സ് ഇൻഡെക്സ് ഉള്ളത് ഇന്നലത്തേതിനേക്കാൾ 5.2% പോസ്റ്റ് വർധനയിലാണ്. 24.41 ഇപ്പോൾ ഇന്ത്യ വിക്സ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസത്തിന് മുമ്പായി ഈ സൂചിക 30 കടന്നേക്കാം എന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സമ്മർദ്ദത്തിന് ഇത് കാരണമാകും എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ പണപ്പെരുപ്പം, അതുപോലെ ഇന്ത്യയുടെ കഴിഞ്ഞ പാദത്തിലെയും വർഷത്തെയും GDP വളർച്ചാ കണക്ക് എന്നിവ ഈ ആഴ്ച പുറത്തു വരാനുണ്ട്. അതും വിപണിക്കൊരു വാളറ്റൈലിന് ആക്കം കൂട്ടുന്നുണ്ട്. നമുക്കിനി നാളെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാം. നിഫ്റ്റി ഇപ്പോൾ സ്പോട്ടിലുള്ളത് 22,868 ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 22,795 ആയിരിക്കും. സെക്കൻഡ് 22,675, തേർഡ് 22,577. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 23,000 ആയിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്റ്റീവ് ചെയ്യുക. 23,110 സെക്കൻഡും അവിടുന്ന് മേലെ പോവുകയാണെങ്കിൽ 21,145 ആയിരിക്കും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 49,060 സ്പോട്ട് റേറ്റ്. 48,785 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്. 48,650 സെക്കൻഡും 48,565 തേർഡുമായിരിക്കും. 49,251 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുക. 49,521 സെക്കൻഡും 49,687 തേർഡ് റെസിസ്റ്റൻസുമാകാൻ സാധ്യതയുണ്ട്. ഇന്നലെ തന്ന രണ്ട് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഒന്ന് SBI ആയിരുന്നു. SBI ഒരു ബൈ എൻട്രിയാണ് 842. 835 ഓപ്പൺ ചെയ്ത SBI 840 വരെയാണ് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 842 എൻട്രി, അതുകൊണ്ട് അതിൽ നിന്നൊരു എൻട്രി ലഭിച്ചിട്ടില്ല. അടുത്തത് AU ബാങ്കാണ്, AU സ്മോൾ ബാങ്ക്. അതും ബൈ എൻട്രി ആയിരുന്നു 642. ഓപ്പൺ ചെയ്ത 638. 642 നമുക്കൊരു ബൈ എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 647 പോയിൻറ്റ് സംതിങ് ആണ്. 647.65. നമുക്ക് 647 ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നാളേക്കുള്ള രണ്ട് സ്റ്റോക്കുകൾ നോക്കാം. ഒന്ന് ഇപ്ക ലാബാണ്. ഇപ്ക ലാബിലൊരു ബൈ എൻട്രിയാണ് 1328. ഈ ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി പോകാം. 1328 ബൈ എൻട്രി പോയാൽ 1320 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1336, 1340 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാം. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്തത് അംബുജ സിമെൻ്റാണ്. അംബുജ സിമെൻറ്റിൽ നമുക്കൊരു സെൽ എൻട്രിയാണുള്ളത്. 626 ഒരു സെൽ എൻട്രി പോസിബിളാണ്. ഈ ലൈൻ ബ്രേക്ക് ചെയ്താൽ 626 സെൽ എൻട്രി പോയാൽ 631 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 621, 618 എന്നിങ്ങനെ ടാർഗറ്റുകൾ വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഈ രണ്ട് സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ബൈ.